ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലുള്ള അനാലിസിസ് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് ഫസ്റ്റ് ഞാൻ DXY ആയിരിക്കും പറയുക. കാരണം മേജർ പേഴ്സ് എല്ലാം DXYനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അപ്പം DXYൻ്റെ ഡെയിലി ചാർട്ട് തൊട്ട് തുടങ്ങേണ്ടി വരും. കാരണം കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ടെക്നിക്കലായിട്ട് എന്താ സംഭവം എന്നൊന്ന് ഡെയിലി ചാർട്ട് തൊട്ട് നോക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, ഇത് DXYൻ്റെ ഡെയിലി ചാർട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് കുറേ കാലമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉള്ള ഏരിയാസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അന്ന് നോട്ട് ചെയ്യണം. പിന്നെ അതിന് ശേഷം ഈ ഒരു എക്സ്റ്റേണൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ഒരു 50% ഏരിയയിലേക്ക് വന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് നമുക്കിപ്പോൾ തരുന്നുണ്ട്. പക്ഷേ അപ് ട്രെൻഡാണ്. ഹയർ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് മാർക്കറ്റ് അപ് ട്രെൻഡാണ്. പക്ഷേ ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ്സ് ആണ് നമ്മൾ നോക്കുക. അപ്പം ലോ ടൈം ഫ്രെയിമിന് പറ്റിയ ഏരിയാസ് നോക്കാം. ലോ ടൈം ഫ്രെയിം എടുത്ത് നോക്കാം. ഒരു 4 ഹവറിൽ നോക്കാം ഫസ്റ്റ്. അതിനുശേഷം 1 അവർ നോക്കാം. 4 അവർ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ലോയും ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ എടുത്ത് വരച്ച് നോക്കാം. വരച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് 50% ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചു വരുന്നത് മിക്കവാറും ഈ ഒരു 4 അവറിൻ്റെ ലോ എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെ നമുക്ക് ഹൈ ടൈം ഫ്രെയിം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നമുക്ക് അപ് ട്രെൻഡ് ട്രേഡ് നോക്കാം. 1 അവർ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ചും കൂടെ മേലോട്ട് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു OB വരെയോ ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ ഹൈ, അതെല്ലാം ഒരുമിച്ച് മാർക്ക് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം താഴോട്ട് പോകാനായിരിക്കും ചാൻസ്. ഒക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ, ലോ ടൈം ഫ്രെയിം ട്രേഡ് എടുക്കാൻ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഒന്ന്, ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് ട്രേഡ് നോക്കാം. അത് ഫസ്റ്റ് ട്രേഡ്. പിന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് ട്രേഡ് നോക്കാം. DXYയിൽ അപ്പം ലോ ടൈം ഫ്രെയിമിൽ ആ ഒരു വ്യൂ ആണുള്ളത്. നമുക്ക് ട്രേഡ് എടുക്കുന്നത് യൂറോ അല്ലെങ്കിൽ GBPയിലായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. ലാസ്റ്റ് വീക്ക് ഇതൊക്കെ ന്യൂസ് ബേസ്ഡ് ആണ് കേട്ടോ. ട്രെൻഡ് വന്നത് തന്നെ ഞാൻ ഡൗൺ ട്രെൻഡ് ആയിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ നേരെ കയറി SL അടിച്ചങ്ങ് പോയി. അപ്പം യൂറോൻ്റെ ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കല്ല, അതിൻ്റെ മുന്നത്തെ വീക്ക് ഈ ഡെയിലി FEG നോക്കണം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് എത്തിയതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് തന്നിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് വീക്ക് എങ്ങനെ ട്രേഡ് എന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് താഴോട്ട്. അപ്പോൾ ഇനി എന്തായാലും മാർക്കറ്റ് കുറച്ച് മേലോട്ട് കയറി ഒരു 50% ഏരിയ എടുത്തതിന് ശേഷം മാത്രമേ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടുള്ളൂ. ഇപ്പോൾ 50% ഏരിയ എത്തിയിട്ടുള്ളൂ, പക്ഷേ കടന്നിട്ടില്ല. അപ്പോൾ ഈ ഏരിയ ഇനി നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നല്ല ഏരിയ ആണ്. ഈ ഏരിയ എത്തുമെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ്സ് ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞിട്ടില്ല, DXYയിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയ വരെ, ഈ ഒരു ഏരിയ എത്തിയതിന് ശേഷം മേലോട്ട്
ട്രേഡ്സ് നോക്കും. മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ടെങ്കിൽ മേലോട്ട് ട്രേഡ് നോക്കും. ഇനിയിപ്പം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടില്ല, ഡയറക്റ്റ് മേലോട്ടാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നോക്കുന്നത് മേലോട്ട് പോയതിന് ശേഷം ഒരു റിട്രേസ്മെൻറ്റ് താഴോട്ട് തരും, അതിന് ശേഷം ഈ ഒരു റേഞ്ച് വരെ ട്രേഡ് നോക്കാം. ആ ഒരു ഏരിയക്ക് എത്തിയതിന് ശേഷം വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം താഴോട്ട് ട്രേഡ് നോക്കുക. അപ്പം നാളെ അല്ല, നാളെ തന്നെ നെക്സ്റ്റ് വീക്ക് ഞാൻ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് യൂറോ USDയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല ബെയറിഷ് ആണ്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ താഴോട്ട് ട്രേഡ് നോക്കാം കേട്ടോ. ഈ ഒരു ഏരിയ ഈ ഒരു ലോ വരെ ട്രേഡ് നോക്കാം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ. അല്ലാത്ത പക്ഷം ബുള്ളിഷ് ട്രേഡ്സ് മാത്രമായിരിക്കും ഞാൻ നോക്കുക. ഇനി GBP നോക്കാം. GBPയും യൂറോയും കോറിലേറ്റഡ് പേഴ്സ് ആണ്, അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ മിക്കവാറും മൂവ് ചെയ്യുള്ളൂ. GBPയിൽ എനിക്ക് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 1:2. അപ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ. മാറുമായിരിക്കും. ഒന്നാമത് ഇങ്ങനെ ഓരോ മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ വെച്ചിട്ടാണ് ഓരോരോ ന്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ചെറിയ ചെറിയ 1:2 ട്രേഡ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. 1:3 നോക്കി നിന്ന് കഴിഞ്ഞാൽ SL അടിച്ചങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് 1 ഹവറിൽ സെയിം സിനാരിയോ. GBP കുറച്ചുകൂടി മൂവ്മെൻറ്റ് തരാം. ഈ ഒരു ഏരിയ വരെ പോയതിന് ശേഷം മേലോട്ട് ട്രേഡ് നോക്കാം. ഈ ഒരു ഏരിയയിൽ എത്തിയതിന് ശേഷം മേലോട്ട്, പിന്നെ ഒരു റിട്രേസ്മെൻറ്റ് എന്തായാലും കിട്ടും. അതിന് ശേഷം ഏറ്റവും മേലെ നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക്, ഓൾറെഡി അവിടെ ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനിയിപ്പം ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് താഴോട്ട് ട്രേഡ് നോക്കണം കേട്ടോ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം ഈ ഒരു ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇനി അടുത്ത പെയർ ഗോൾഡാണ്. ഗോൾഡിൽ അത്യാവശ്യം നല്ല ട്രേഡ്സ് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ബിഗ് മൊമെൻറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഏരിയയിൽ നിന്ന് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ചെയ്തിട്ടില്ല, SL അടിച്ചു പോയി. അതിന് ശേഷം നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു മൊമെൻറ്റം തന്നു. അതിന് ശേഷം ഇന്നലെയല്ല വെള്ളിയാഴ്ച ഈ ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു എൻട്രി കിട്ടി. നെക്സ്റ്റ് വീക്ക് നോക്കാം. ഈ ഒരു ഹൈസ് എടുത്ത ശേഷം നല്ലൊരു ഡൗൺവേർഡ് മൊമെൻ്റാണ് ഗോൾഡ് തന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ആ ഒരു മൊമെൻ്റം തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. ഈ ഒരു ഏരിയയിലേക്ക് ഇനി വരുന്ന വലിയൊരു ഹോപ്പ് ഇല്ല. വേണ്ട ലിക്വിഡിറ്റി ഒക്കെ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിക്കും ഫോം ആയിട്ടുണ്ട്. ഈ ഒരു മൊമെൻ്റം തന്നെ കണ്ടിന്യൂ ചെയ്യണം താഴോട്ട്. കാരണം ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് ഒന്നും മാർക്കറ്റ് തിരിച്ച് വന്നിട്ടുമില്ല. ഡൗൺ സൈഡ് തന്നെയാണ് നെക്സ്റ്റ് വീക്ക് നോക്കുന്നത്. ഈ ഒരു ലോ വരെ എന്തായാലും ടാർഗറ്റ് ചെയ്യാം. ഈ ഒരു FEG ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ വരെയൊക്കെ എന്തായാലും മാർക്കറ്റ് വരേണ്ടതാണ്. നോക്കാം നെക്സ്റ്റ് വീക്ക് എന്താ നടക്കുകയെന്ന്. നെക്സ്റ്റ് വീക്ക് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടൊരു ട്രേഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നെക്സ്റ്റ് വീക്ക് എന്താ നടക്കുകയെന്ന്. ഇനി നാസ്ഡാക്ക് നോക്കാം. നാസ്ഡാക്ക് ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഓൾ ടൈം ഹൈയിലാണ്. തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടേ ഇല്ല, കുറേ ഇംബാലൻസ് ഉണ്ട്. നമുക്ക് എന്നാലും അപ്സൈഡ് മാത്രമാണ് ഇപ്പോൾ നോക്കാൻ പറ്റുള്ളൂ. 4 ഹവറിൽ പ്രത്യേകിച്ച് ഏരിയ ഒന്നും ഇല്ല. 1 ഹവർ നോക്കുമ്പം 1 ഹവർ കുഴപ്പമില്ലാന്നുള്ളൂ. റിസ്ക്കാണ്.
1 ഹവറിൽ ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ ഇതിൻ്റെ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാലും മേലോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് താത്തുക. ഇപ്പം നെക്സ്റ്റ് വീക്ക് നാസ്ഡാക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് ഇപ്പോഴത്തെ ഒരു ഏരിയ വരെ നോക്കാം. ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേസ്മെൻറ്റ് കിട്ടും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് എൻട്രി നോക്കാം. അതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് മേലോട്ട് നോക്കുക. ഇനി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ട്രേഡ് നോക്കാം. നമുക്ക് ഇവിടുന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, നേരെ താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ തിരിച്ച് ഈ ഒരു ഏരിയ ഇപ്പോൾ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷം പിന്നെ താഴോട്ടൊരു ഷോർട്ട് ട്രേഡ് ഞാൻ പറയുകയാണെങ്കിൽ ആ ലാസ്റ്റ് ബ്രേക്ക് കിട്ടിയ സ്ഥലം വരെ എൻട്രി നോക്കാം. അതിന് ശേഷം താഴോട്ട് നോക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ താഴോട്ട് പോകുന്ന നല്ല ഉറപ്പുണ്ടെങ്കിൽ എടുക്കാം. ഈ ഒരു ലോ വരെയൊക്കെ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഓവർ റിസ്ക് ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പം ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടത് ഇത്രയും പേഴ്സായിരുന്നു. നെക്സ്റ്റ് വീക്ക് നല്ലൊരു വീക്ക് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ല, വെനസ്ഡേ കാണാം.